ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഡി ജെ എന്നറിയപ്പെടുന്ന ജമാർ, പ്ലൂറോട്ടസ് ജമാർ എന്ന പിങ്ക് ഓയിസ്റ്റർ മഷ്റൂം വെറൈറ്റി റോസിയസ്, ഇതിൻ്റെ എയർലി പിന്നിങ് ഫാസ്റ്റ് ട്രാക്കിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ലൈറ്റ് ഹാക്ക് ട്രിക്ക്, അതാണ് ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് പ്ലൂറോട്ടസ് ജമാർ എന്ന പിങ്ക് ഓയിസ്റ്റർ മഷ്റൂം എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. ഏറ്റവും ആകർഷണീയമായ ഒരിനം പിങ്ക് ഓയിസ്റ്റർ മഷ്റൂമാണ് ഇത്. ഇതിൻ്റെ കൃഷി രീതിയിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ട്രോപ്പിക്കൽ കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ഒരു ഇനമാണ്. ഇത് 28 ഡിഗ്രി ചൂടിന് മുകളിൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏത് ഭാഗത്തും വളർത്താൻ പറ്റുന്ന ഒരു ഇനമാണ് ഈ ഡി ജെ മഷ്റൂം എന്നറിയപ്പെടുന്ന ജമാർ, പ്ലൂറോട്ടസ് ജമാർ മഷ്റൂം. ഇത് ചെറുമുകുളങ്ങൾ രൂപാന്തരപ്പെട്ട് വരുന്ന സമയത്ത് നല്ല കടുത്ത ഒരു പിങ്ക് നിറമായിരിക്കും ഇതിൽ കാണുന്നത്. എന്നാൽ ഇത് വളർച്ച പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഇതൊരു ഹാഫ് വൈറ്റ് ആയിട്ട് നിറം കുറച്ചുകൂടി വെളുത്ത നിറത്തിലേക്ക് ഇത് മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ വളർച്ചയിലൊരു പ്രത്യേകത, ഇത് ബഞ്ചുകളായിട്ടാണ് വരുന്നത്. ഇതൊരു സ്ഥലത്ത് കൂട്ടത്തോടുകൂടി അത് ബഞ്ചായിട്ട് ഒന്നിച്ചു വരും. അതുകൊണ്ട് തന്നെ ഇത് ആകർഷണീയമായിരിക്കും, കാഴ്ചയ്ക്ക് വളരെ ആകർഷണീയമായിരിക്കും. നല്ല വെയിറ്റുമായിരിക്കും, നല്ല ബഞ്ച്, വളരെ മാംസളീയമായ ബഞ്ച്. അങ്ങനെ ഒരു നമുക്ക് വളരെ ആകർഷിക്കപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു ആകർഷണീയമായ നിറവും അതിൻ്റെ ഒരു ബഞ്ച് രീതിയും അതിൻ്റെ വളർച്ച നമുക്ക് വളരെ ആകർഷണീയമുള്ള, വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയ്ക്ക് വലിയ ആകർഷണമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഡി ജെ മഷ്റൂം. ഇതിൻ്റെ ഇതളുകൾ ഇത് കുലക്കുലയായിട്ട്, ഇത് ഒരു റോസാപ്പൂ കൂട്ടം കയ്യിലെടുക്കുന്നത് മാതിരി ഒരു ബഞ്ചായിട്ടാണ് വന്നത്. മറ്റ് ചിപ്പിക്കൂണുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഇതളുകൾ നമുക്കറിയാം, അത് വളർന്നു വരുമ്പോൾ അതൊരു വളർച്ച പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത് പുറത്തേക്ക് ഇങ്ങനെ വളർന്ന് വിരിഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇതങ്ങനെയല്ല, ഇതൊരു റോസാപ്പൂവിൻ്റെ ഇതളുകൾ മാതിരി ഒരു കൂട്ടം റോസാപ്പൂ ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലൊരു ബഞ്ചുകളായിട്ട്. അത് തന്നെ നമുക്കിവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ആകർഷണീയമായിട്ട് വളരെ ബഞ്ചായിട്ടാണ് ഇത് വളർന്നത്. ഇത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്, മറ്റേതൊരു ചിപ്പിക്കൂണിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ ഡി ജെ മഷ്റൂമിന്. ഇത് ഒരു പ്രത്യേക തരത്തിൽ ഒരു കൂട്ടത്തോടുകൂടി വളരെ ആകർഷണീയമായിട്ട് വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റി മഷ്റൂം നമ്മുടെ കർഷകരുടെ ഇടയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം കൃഷി ചെയ്യുന്നവർ അവർ വളരെ ഇഷ്ടപ്പെടുന്ന അതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളൊന്ന് പുതുതായി ആരെങ്കിലും ഇതിലേക്ക് വന്നാൽ, ഈ ഡി ജെ മഷ്റൂം കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതിൻ്റെ നിറവും ആകർഷണീയതയും ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ തന്നെ കൂൺ കൃഷിക്കാരൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് വകവയ്ക്കുന്ന, അല്ലെങ്കിൽ വരുന്ന കാലത്തെ ഒരു പ്രതീക്ഷയ്ക്ക് ഒരിടം നൽകുന്നതാണ് ഈ ഡി ജെ മഷ്റൂം. ഈ വെറൈറ്റിക്ക് ഒരു പേരാണ് റോസസ് പിങ്ക് ഓയിസ്റ്റർ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പേര് വന്നതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. ഇതിൻ്റെ നിറം കൊണ്ടും ഇതിൻ്റെ റോസാ പൂവിൻ്റെ ഇതകൾ മാതിരി കൂട്ടത്തോട് ബഞ്ചായിട്ട് വരുന്നത് കൊണ്ടുമാണ് ഇതിന് ഈ പേര് ഇതിന് കിട്ടിയത്. ഇത് വളരെ നമ്മുടെ കേരളത്തിലെ കർഷകർ ഇത് വളരെ കൂൺ കർഷകരുടെ ഇടയിൽ ഇത് വളരെ പ്രിയമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ കൂൺ കഴിക്കുന്നവരുടെ, കൂൺ പ്രിയരുടെ ഇടയിലും ഇത് കൂടുതൽ ഇഷ്ടം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഈ വെറൈറ്റി ഡി ജെ മഷ്റൂമിൻ്റെ സ്പോണ് കൂൺപുഴയുടെ ലാബിൽ തയ്യാറാക്കി നാം വിപണനം നടത്തി വരുന്നു. ഇത് നിങ്ങൾക്ക് കൃഷിക്കാർക്ക് എത്ര തന്നെ അളവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വിത്ത് എത്തിച്ചു തരാൻ ഞങ്ങൾക്കിപ്പോൾ കഴിയുന്നുണ്ട്. അത് വളരെ പ്രിയങ്കരമായിട്ടുള്ള, കർഷകരുടെ ഇടയിൽ താല്പര്യമുള്ള, ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ വിളവ് തരുന്ന, കുറഞ്ഞ ദിവസം കൊണ്ട് മൊത്തമായി വിളവ് തരാൻ കഴിയുന്ന ഈ ഇനം കൂണ് അതിൻ്റെ വിത്ത്, അതിൻ്റെ സ്പോണ് കൂൺപുര തയ്യാറാക്കി ഇന്നിവിടെ വിപണനം നടത്തി വരുന്നുണ്ട്. ഇത് കണ്ട് താല്പര്യമുള്ള ആളുകൾ, ഇത് കൃഷി ചെയ്യണം, ഇത് പരിചയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് വിത്ത് വാങ്ങാവുന്നതാണ്.
ഏത് സ്ഥലത്താണെങ്കിലും ഇത് കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതോടൊപ്പം ഇത് കൂടുതൽ കാണുകയും ഇതേക്കുറിച്ച് അറിയുന്നതിന് നിങ്ങൾക്ക് കൂൺപുര സന്ദർശിക്കാവുന്നതുമാണ്. ഇവിടെ ഈ കൂൺ പ്രിയർക്ക് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. പ്ലൂറോട്ടസ്, അതായത് ചിപ്പിക്കൂൺ കഴിക്കുന്ന, വളരെ താല്പര്യത്തോടെ കഴിക്കുന്ന ഒട്ടനവധി കൂൺ പ്രിയരുണ്ട്, എനിക്കറിയാം. പക്ഷെ അവരുടെ ഇടയിൽ ഈ കൂണൊന്ന് കഴിച്ചു നോക്കിയാൽ ഇത്ര കണ്ട് ടേസ്റ്റുള്ള ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് നമുക്ക് വേണമെങ്കിൽ മീറ്റ് ഈസ് സീ ഫുഡ് എന്ന് നമുക്ക് പറയാം. ഒരു പ്രത്യേകതരം ടേസ്റ്റ്, ഒരു വ്യത്യസ്തമായ അനുഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കൂൺ പ്രിയരുടെ ഇടയിലേക്ക് വളരെ പെട്ടെന്ന് ഇത്രയും പ്രിയം വർദ്ധിച്ച ഒരു കൂണ് എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത്ര ആകർഷണീയവും അത്ര പ്രിയങ്കരവുമാണ് ഈ കൂൺ. ഒരു വട്ടം വാങ്ങിയ ആളുകൾ വീണ്ടും ഇത് പേരെടുത്ത് ചോദിച്ച് വാങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൂൺപുരയിൽ നിന്ന് ഈ പിങ്ക് ഓയിസ്റ്റർ വാങ്ങി ഗ്രില്ല് ചെയ്ത് കഴിച്ച ഒരു കൂൺ പ്രിയൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഈ പിങ്ക് ഓയിസ്റ്റർ ഗ്രില്ല് ചെയ്ത് കഴിച്ചപ്പോൾ ഇതൊരു ബഹാൻ ഫ്രൈ ചെയ്ത് കഴിച്ച മാതിരി അനുഭവമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ്, നാം കഴിക്കുന്ന ഓയിസ്റ്റർ മഷ്റൂമിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു വെറൈറ്റി ടേസ്റ്റ് ഇതിനുണ്ട് എന്നുള്ളതാണ് എനിക്കിതിനകത്ത് ഇപ്പോൾ പറയാനുള്ളത്. ഇതിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ച് നാം പറയുകയാണെങ്കിൽ നമുക്കറിയാം, പൊതുവിൽ ഓയിസ്റ്റർ മഷ്റൂം, ചിപ്പിക്കൂണിന് പൊതുവിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. നമുക്കറിയാം അതിന് ഫൈബർ കൂടുതലാണ്, ധാരാളം പോഷക ഗുണങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ ഇവിടെ ഇതിന് കുറച്ചുകൂടി നമുക്ക് ശരീരത്തെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും നമുക്ക് അയൺ കണ്ടൻറ്റ് കൂടുതലായിട്ടും പൊട്ടാഷ് അതിനകത്ത് കൂടുതലായിട്ട് ഉണ്ട് എന്നൊക്കെ നമുക്ക് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ നിറത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഈ നിറം ഈ കൂണിനുണ്ടാകുന്നതിന് ചില കാരണങ്ങളുണ്ട്. ശാസ്ത്രീയമായി ധാരാളം പഠനങ്ങൾ ഈ കൂണുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും വീഡിയോകളിൽ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഇതിൻ്റെ നിറത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഗുണവും ഒക്കെ തന്നെ, അതിൻ്റെ പോഷക വശങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ വരും വീഡിയോകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പൊതുവിൽ ചിപ്പിക്കൂണിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും പോഷക ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ അതിനകത്ത് വ്യക്തമായി നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഇതിന് എന്താണോ ഇതിൽ വ്യത്യസ്തപ്പെടുത്തുന്നത് അതേക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് കൂൺപുരയുടെ മഷ് പല്ലറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ DJ മഷ്റൂം കൃഷി ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനായിട്ട് കൂൺപുരയുടെ പോഷിച്ച മഷ് പല്ലറ്റ് 5 കിലോ നാം എടുത്തു. ഈ മഷ് പല്ലറ്റ് നിങ്ങൾക്ക് ഇവിടെ കൂൺപുരയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. നിങ്ങൾക്കത് ഇവിടെ വന്ന് വാങ്ങാം. അതോടൊപ്പം തന്നെ എവിടെ നിന്ന് ഓർഡർ ചെയ്താലും ഇത് കൊറിയർ സർവീസ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതിലേക്കായി ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. അപ്പോൾ ഈ 5 കിലോ മഷ് പെല്ലറ്റ് നമ്മൾ ഇതിലേക്ക് കൃഷിക്ക് വേണ്ടി എടുത്തു. ഇതിലേക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, 5 കിലോ മഷ് പെല്ലറ്റിന് നമുക്ക് 7.5 ലിറ്റർ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കണം. ഇനി അത് ഒന്ന് അടച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അടച്ച് വയ്ക്കാം. ഒരു 3-4 മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്ക് കൈ തൊടാൻ പാകത്തിനുള്ള ചൂടേ കാണുള്ളൂ. ആ സമയത്ത് അടപ്പ് മാറ്റി കൈകൊണ്ട് നന്നായിട്ട് ഈ പെല്ലറ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിയണം. അത് അതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഒരു പ്രധാന ഒരു ഘടകമാണ്. ഈ മഷ് പെല്ലറ്റ് നന്നായിട്ട് പൊടിയണം. അതിനുവേണ്ടി ശുദ്ധമായ കൈകൊണ്ട് നന്നായിട്ട് ശുദ്ധമായിട്ടുള്ള നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് അത് പൊടിക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്കൊരു 5 കിലോ പെല്ലറ്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 7 ടീസ്പൂൺ
കാൽസ്യം കാർബണേറ്റ് അതിലേക്ക് ഇടണം. അതിനുശേഷം നന്നായിട്ട് അത് വീണ്ടും ഇളകണം. എല്ലാ ഭാഗത്തും ഈ കാൽസ്യം കാർബണേറ്റ് വന്നെത്തണം. എല്ലാ ഭാഗത്തും അത് മൈസീലിയത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കാൽസ്യം കാർബണേറ്റ് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ കൈകൊണ്ട് ഇളക്കി അത് നന്നായിട്ട് ഒന്ന് ഇളക്കി പൊടിച്ച് പാകത്തിനാക്കി വെക്കണം. അപ്പോൾ ഈ അളവിൽ നമ്മൾ കാൽസ്യം കാർബണേറ്റ് ചേർത്ത് നന്നായിട്ട് നമ്മളിത് ഇളക്കി എല്ലാ ഭാഗത്തും കാൽസ്യം കാർബണേറ്റ് എത്തി ഈ ഒരളവിലേക്ക് ഇത് പൊടിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ DJ മഷ്റൂമിന് വളരാൻ ആവശ്യമായിട്ടുള്ള pH അതിൻ്റെ അളവ് കൃത്യമായി നമ്മുടെ മഷ് പെല്ലറ്റിന്, അതായത് കൂൺപുര തയ്യാറാക്കിയിട്ടുള്ള ഈ പോഷിച്ച മഷ് പെല്ലറ്റിന് കൃത്യമായ pH ആയിരിക്കും. ഈ അളവിൽ നമ്മൾ കാൽസ്യം കാർബണേറ്റ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വളർച്ച, നല്ല മൈസീലിയം വളർച്ച അവിടെ ഉണ്ടാവും. അത് നമുക്ക് വിളവിനും അത് നല്ല വിളവ് തരുന്നതിന് അതൊരു കാരണമായി മാറും. ഇനി നമുക്ക് നല്ല ഹൈബ്രിഡായിട്ടുള്ള തയ്യാറാക്കിയ കൂൺപുരയുടെ ലാബിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള DJയുടെ ഈ ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ സ്പോൺ വേണം. ഇവിടെ നമുക്ക് 5 കിലോ മഷ് പെല്ലറ്റിൽ നമുക്ക് 5 ബെഡ് ഉണ്ടാക്കാം. അപ്പോൾ ഈ 5 ബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ബെഡിലേക്ക് ഒരു 150 ഗ്രാം സ്പോണ് നമുക്ക് വേണം. അങ്ങനെ നമുക്ക് 5 ബെഡിന് ആവശ്യമായിട്ടുള്ള നല്ല ഈ ഹൈബ്രിഡ് സ്പോൺ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഇനി അടുത്ത് ബെഡിലേക്ക് നമുക്ക് പോകാം. ബെഡ് നിർമ്മിക്കുമ്പോൾ നമ്മൾ സാധാരണ മഷ് പെല്ലറ്റ് കൊണ്ട് നമ്മൾ ബെഡ് നിർമ്മിക്കും മാതിരി തന്നെ അതിൻ്റെ കവറെടുത്ത് അതിനകത്തേക്ക് നമ്മൾ ഈ നമ്മൾ നന്നായിട്ട് ഉടച്ച് കാൽസ്യം കാർബണേറ്റ് ചേർത്ത് വെച്ച നമ്മുടെ പെല്ലറ്റ് നമ്മൾ ഇടുന്നു. അതിന് ശേഷം സൈഡിലൂടെ നമ്മൾ കൂൺ വിത്തുകൾ അതിനകത്തിടുന്നു. അങ്ങനെ തട്ടായിട്ട് നമുക്ക് 4-5 തട്ട് വരെ വരാം. നമുക്ക് അങ്ങനെ ഏറ്റവും മേൽഭാഗത്ത് നമ്മൾ കൂടുതൽ വിത്തിട്ട് കവർ കെട്ടി പിൻ ഹോൾ ചെയ്യും. അതാണ് നമ്മുടെ ഈ DJക്ക് ഏറ്റവും നന്നായി വിളവ് തരുന്നത് പിൻ ഹോൾ സിസ്റ്റം, അതായത് വിത്ത് ഹോൾ മെത്തേഡ് നമ്മളാണ് അത് ചെയ്യുന്നതാണ് ഇതിന് നന്നായിട്ട് വിളവ് തരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നമുക്ക് പിൻ ഹോൾ ചെയ്ത ഈ ബെഡുകളെ നമുക്ക് സാധാരണ നമ്മൾ കൂൺ കൃഷി ചെയ്യുമ്പോൾ ഡാർക്ക് റൂമുകളിലേക്ക് നമ്മൾ മാറ്റും. അങ്ങനെ നമുക്ക് ഈ ബെഡുകളെ ഡാർക്ക് റൂമുകളിലേക്ക് ഇനി നമുക്കിത് മാറ്റാം. ഇരുട്ട് റൂമിൽ DJ മഷ്റൂമിൻ്റെ വളർച്ചാഘട്ടം 12 മുതൽ 15 ദിവസമാണ് അതിൻ്റെ മൈസീലിയം പൂർണ്ണമായിട്ട് വളരുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ നാം ബെഡുകൾ കെട്ടി ഇനി നമുക്ക് ഡാർക്ക് റൂമുകളിലേക്ക് അത് വെക്കാം. അവിടെ അതിൻ്റെ വെജിറ്റബിലിക് ഗ്രോത്ത്, അതിൻ്റെ മൈസീലിയം വളർത്തുന്ന ആ പ്രവർത്തനം അവിടെ നടക്കും. അവിടെ അത് വളരട്ടെ. ഈ ബെഡുകളിൽ വിളവെടുപ്പ് നേരത്തെ ആക്കി ഫാസ്റ്റാക്കായിട്ട് വിളവ് കിട്ടുന്ന വിദ്യ, അതായത് ലൈഫ് ഹാക്ക് ടെക്നിക്ക് പാർട്ട് 2 വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്.